ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഡേർട്ടി PR ഗെയിമാണ്. ആരിൽ നിന്ന്? ആലിയയുടെ ഫാൻ പേജസ് ആണോ? നോ, ഇറ്റ്സ് എ PR ഏജൻസി. For the first time, I made a call to a director. I called him up and I called Karan up and I said, listen, I just want you to know that I will be really upset if you don't take me in this film. Okay. Like, I really want to be a part of this film. ഹലോ ഗൈസ്, ഇന്നിപ്പോൾ എൻ്റെ ചാനലിൽ അങ്ങനെ പൊതുവേ നമ്മൾ ഇടുന്ന ടോപ്പിക്കിലുള്ളൊരു വീഡിയോ അല്ല. ഇത് ആക്ച്വലി രാമായൺ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ മൂവിയുടെ ട്രെയിലർ റിലീസായ പിന്നെ സായി പല്ലവിക്ക് എതിരായിട്ട് ഒരു ഭയങ്കര ഡേർട്ടി PR ഗെയിം നടക്കുന്നുണ്ട്. രാമായൺ എന്ന് പറയുന്ന മൂവിയുടെ മെയിൻ ക്യാരക്ടറായ സീത എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആലിയ തന്നെയായിരുന്നു ബെസ്റ്റ് ചോയ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് റീൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കാണാൻ പറ്റും. ഈ റീൽസ് ഒക്കെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഫാൻ പേജസ് അല്ലെങ്കിൽ ആലിയയോട് കൂടുതൽ താല്പര്യമുള്ള ഏതെങ്കിലും ആരാധകർ പറിച്ചുവിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ആക്ച്വലി ആലിയയുടെ ഒരു PR ഗെയിം തന്നെയാണ്. അതായത് ഒന്നെങ്കിൽ ഈ റോൾ എനിക്ക് കിട്ടുക, ഇല്ലെങ്കിൽ ഈ റോൾ ചെയ്യാൻ പോകുന്ന ആക്ട്രസിനെ ഡിഫെയിം ചെയ്യുക എന്നുള്ളത്. ഐ എം ലിറ്ററലി ട്രിഗേർഡ്. ഞാൻ ഭയങ്കര എന്താണ് ഇത് സംസാരിക്കാതെ ദിസ് ഇസ് ലൈക്ക് റിയലി ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. Sent it to Karan and like I think 6-7 hours later he called saying I've already sent it to Alia and I was really not happy with it. So Karan said so that email was sent. I was like, why did you do this? He's like, no, this is how it works. then he said, okay, in a couple of days we ആകെ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ നെറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ രാമായൺ എന്ന് പറയുന്ന മൂവി ഇപ്പോൾ റിലീസ് ആവുകയാണ്. ഇറ്റ്സ് അബൌട്ട് ടു ഗെറ്റ് റിലീസ്. ആ മൂവിയിലെ സായി പല്ലവിയുടെ കാസ്റ്റിംഗ് ആക്ച്വലി ഒരു റോങ് കാസ്റ്റിംഗ് ആണെന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസും പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അതിൻ്റെ ട്രെയിലർ വന്നതിൽ ട്രെയിലറിലെ സായി പല്ലവിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സായി പല്ലവി ഇതിന് നല്ലൊരു ചോയ്സ് അല്ലെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്തും ഓരോരുത്തർക്കും ഓരോ സെലിബ്രിറ്റീസിനായിരിക്കുമല്ലോ ഇഷ്ടം. ചിലർക്ക് സായി പല്ലവിയെ പോലുള്ള ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടീസിനായിരിക്കും ഇഷ്ടം, മേക്കപ്പ് ഒന്നും ഇടാത്തവരായിരിക്കും ഇഷ്ടം. ചിലർക്ക് ആക്ച്വലി അതായത് സിനിമയിൽ അഭിനയിക്കുന്ന നായികമാരെന്ന് വെച്ചാൽ അവരൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്സരസിനെ പോലൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും ആൾക്കാർ പലതരം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് തുടരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യണം. അത് എന്താണ്? ആലിയ ഭട്ടിനെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതായത് ഇതിൻ്റെ ഈ രാമായൺ എന്ന് പറയുന്ന മൂവിയുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് വെച്ചാൽ ആലിയ ഭട്ടായിരുന്നു. സോ ആലിയ ഭട്ടായിരുന്നു ഇതിനൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് ആലിയ ഭട്ട് അഭിനയിച്ച ചില സിനിമയിലെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അതിനൊക്കെ നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആലിയായിരുന്നു കറക്റ്റായിട്ട് സീതയാവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോസ് ഉണ്ട്. സായി പല്ലവി അല്ല ഇതിൻ്റെ കറക്റ്റ് കാസ്റ്റിംഗ്, ആലിയാണെന്നുള്ള രീതിയിൽ വീഡിയോസ് ഉണ്ട്. കമൻറ്റ് സെക്ഷനിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അതായത് എഴുതി ഒരേപോലത്തെ കുറേ കമൻറ്റ്സ് കാണാൻ പറ്റും. അതായത് പറയുന്നത് വേറെ വേറെ രീതിയിലാണെങ്കിലും പറഞ്ഞു വരുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതായത് സായി പല്ലവിക്കാളും ബെസ്റ്റ് ആലിയ തന്നെയായിരുന്നു. ആലിയയുടെ സ്കിൻ ടോൺ ആണ് ആക്ച്വലി സീതാമ്മയ്ക്ക് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് സായി പല്ലവി ഒരു ബാഡ് ചോയ്സ് ആണ്. സായി പല്ലവി കാണാൻ കൊള്ളില്ല, ആലിയാണ് സുന്ദരി, അതുകൊണ്ട് ആലിയായിരുന്നു ഇതിന് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. I bumped into Rajamouli sir at the airport. He was just coming back from something and I was going to Hyderabad for a shoot and I said, sir, I want to work with you. And he said, you know, he was very gracious and said, yes, I would love to work with you as well. I said, sir, I'll do anything. Just give me a part in your film. I want to work with you. ഇവിടെ ഇനി ആലിയാണ് സായി പല്ലവിയേക്കാൾ സുന്ദരി എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഒരു സിനിമയിലൊക്കെ ഒരു കഥാപാത്രത്തിനോട് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലുക്കാണോ ഗൈസ് ഇമ്പോർട്ടൻറ്റ്? ലൈക്ക് ആ രീതിയിലാണോ നമ്മൾ 2025 വന്നിരിക്കുന്നത്? നമ്മുടെ സെൻസ് അത്രയും മാത്രമേ ഉള്ളൂ. ഒരു ക്യാരക്ടറിന് വേണ്ടത് ലുക്ക് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ജാൻവി കപൂറിൻ്റെ ചില ഫോട്ടോഷൂട്ട്സ് ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഫോട്ടോഷൂട്ട്സ് ഉണ്ടല്ലോ. ആ ഷൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് സീതയുടെ ക്യാരക്ടറിന് ജാൻവി കപൂർ നല്ലതെന്ന് പറഞ്ഞിട്ട് ജാൻവി കപൂറിനെ കൊണ്ടു നിർത്താൻ പറ്റും? ഇല്ല. ബിക്കോസ് നമുക്കറിയാം ജാൻവി കപൂറിൻ്റെ അതിൽ 10 പൈസയുടെ അഭിനയം ഇല്ലെന്ന് നമുക്കറിയാം. നമ്മൾ ആലിയ ഭട്ടിൻ്റെ പെർഫോമൻസസിനെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതേപോലെ ഡയറക്ടേഴ്സിൻ്റെ നിന്ന് ചോദിച്ചു വാങ്ങിയതാണെന്നുള്ള രീതിയിലുള്ള പല ഇൻ്റർവ്യൂസും നമുക്ക് കാണാൻ പറ്റും. അതിൽ 1-2 ക്ലിപ്പ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ മൂവീസിലൊക്കെ നല്ല പെർഫോമൻസ് കൊടുത്തോണ്ടായിരിക്കും നമ്മളാരും ഇതുവരെ നോട്ടീസ് ചെയ്യാൻ. ജസ്റ്റ് ബിക്കോസ് ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആക്ട്രസിൻ്റെ നിന്ന് അവർക്ക് എല്ലാ റോളും സ്നാച്ച് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് ഓഡിയൻസിനെ കയ്യിലെടുക്കാം എന്നുള്ളത് ആക്ച്വലി ഭയങ്കര ഒരു ടോക്സിക് മെന്റാലിറ്റിയാണ്.
സോ ആലിയ ഭട്ട് ഈസ് എ റിയലി ഗുഡ് ആക്ട്രസ്. ആലിയ ഭട്ടിൻ്റെ ഒരുപാട് മൂവീസ് എനിക്കിഷ്ടമാണ്. ആലിയ ഭട്ട് ഒരു നല്ല ആക്ട്രസ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അത് ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. I mean, after seeing Ashiki 2, I called up Mohit and said, you know, Right. now it's high time to make a film for me. Now you're making a film for me. I tell my father all the time, you have to give me a national award-winning film. Come on, now make that film for me. Make that. ഇതൊക്കെ നമുക്ക് ആദ്യം കേൾക്കുമ്പോഴത്തേക്ക് ഹാ 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 എന്ന് തോന്നുമെങ്കിലും ഇത് എവിടെ നിന്നാണ് വരുന്നത്? ദിസ് ഈസ് കോൾഡ് പ്രിവിലേജ്. ഇത് ഒരു സാധാരണ ഒരാൾക്ക്, അതായത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രി കണക്ഷൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും വലിയൊരു ഡയറക്ടറെ എടുത്തുകൊണ്ട് നിർബന്ധം പറയാൻ പറ്റും, ആക്ട്രസിന് നിങ്ങൾ 2 റോള് കൊടുത്തു, അതുകൊണ്ട് അടുത്ത നിങ്ങളുടെ 3 സിനിമയിൽ ഞാനായിരിക്കും നായിക എന്ന് പറഞ്ഞിട്ട് ഒരു നിർബന്ധം പിടിക്കാൻ ആർക്കാണ് ഇവിടെ പ്രിവിലേജ് ഉണ്ടാവുക? ആൻഡ് ഷി ഈസ് ഗെറ്റിംഗ് ദോസ് റോൾസ് ഓൾസോ. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഈവൻ ദോ ആലിയ ഈസ് എ ഗ്രേറ്റ് ആക്ട്രസ്, ഷി ഈസ് ഡെസ്പറേറ്റ് ടു ഗെറ്റ് റോൾസ്. ആൻഡ് സംഹൗ അവൾ ആലിയ ഭട്ടിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന റോൾ, ആലിയ ഭട്ട് ആണെങ്കിലും അവളുടെ PR ആണെങ്കിലും whoever is supporting her in the industry is getting those roles for her. ഇപ്പൊ നിങ്ങൾ സായി പല്ലവി എടുത്തു കഴിഞ്ഞാൽ, സായി പല്ലവി അഭിനയിച്ച ഒരു സിനിമയിലും സായി പല്ലവിയുടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരാൾ അല്ലെങ്കിൽ ബ്യൂട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് സായി പല്ലവി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല്ലവി ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ലൈക്ക് മൂവി കാണാം. ഇഫ് ഷീസ് നോട്ട് ആക്ട് ഫോർ ദ മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാണ് ഈ മൂവിയിൽ കാസ്റ്റിംഗ് ശരിയല്ല, യു കൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ഓഫ് കോഴ്സ് യു കൻ ടോക്ക് അബൌട്ട്. ഡേർട്ടി PR ഗെയിംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ലൈക്ക് ലിറ്ററലി പ്ലേയിങ് വിത്ത് യുവർ മൈൻഡ്. തിങ്ക് അബൌട്ട് ഇറ്റ്. അതായത് ഈ രാമായൺ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ ഇതിലേക്ക് സായി പല്ലവിയാണ് വരുന്നതെന്ന് കൺഫേം ആകുന്നതിന് മുമ്പ് വരെ സായി പല്ലവിയെ കുറിച്ച് ആക്ച്വലി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളൊരു 4-5 റീൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നിങ്ങളും ആലോചിക്കും, ശരിയാണ് സായി പല്ലവിയേക്കാളും കാണാൻ എന്തുകൊണ്ടും ഭംഗി ഇന്ന ആക്ട്രസ് ആണ്, അപ്പൊ അവരത് പ്ലേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്ക്രീനിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് തുടങ്ങും ഈ PR ഏജൻസീസ്. പിന്നെ ഭയങ്കര കോമഡി ആയിട്ട് കാജൽ അഗർവാളിന്റെ PR ടീം സെറ്റ് ചെയ്യുന്ന ഒരു നാറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ, രാവണന്റെ ഭാര്യയായിട്ടാണല്ലോ കാജൽ അഗർവാൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സോ ഇത്രയും നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യ വീട്ടിലുണ്ടായിട്ടും സായി പല്ലവിയെ ഒരാളുടെ പുറകെ രാവണൻ പോയോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇതിന്റെ കഥ അറിയില്ല, എന്തുകൊണ്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയില്ലെങ്കിൽ അവർക്ക് പോയിട്ട് കഥ വായിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് വേറൊന്നും പറയാനില്ല. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ട്രസിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം, സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് വേറൊരാളോടുള്ള ഹേറ്റ്രഡ് ഉണ്ടാക്കിക്കൊണ്ടാവരുത്, അത് ആരാണെങ്കിലും. പിന്നെ ആലിയ ഭട്ട് എന്തായാലും ഈ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മോൻ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഫ് യു ആർ സീയിങ് ദിസ്, അങ്ങനെയൊന്നും ഞാൻ വരാൻ പോകുന്നില്ല. സോ ഇതൊക്കെ ഒരു ലേണിംഗ് ആണ് ഗൈസ്. ഓൺലൈനിൽ നമ്മൾ കാണുന്ന സിമ്പിൾ റീൽസ് ഒന്നും സിമ്പിൾ റീൽസ് അല്ല. ഇതൊക്കെ ആക്ച്വലി കാൽക്കുലേറ്റഡ് മാസ്റ്റർ പ്ലാൻസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലത്തെ മാസ്റ്റർ പ്ലാൻസ് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിപ്പെട്ടേക്കാം. സോ ബി അവെയർ, സ്റ്റേ സേഫ്, ബൈ ബൈ.